ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല രീതിക്കൊന്ന് തിരുമ്മി റെഡിയാക്കിയെടുക്കാം. ഇനി അതിനകത്തേക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ മൂടി നമുക്കൊരു 5-6 വിസിലിന് വേവിച്ചെടുക്കാം. ഇനി മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങ കൊത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിന് ശേഷം മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞിട്ടിട്ട് അതും ഒന്ന് നല്ല രീതിക്കൊന്ന് വാട്ടിയെടുക്കണം. അങ്ങനെ നമ്മൾ സവാളയൊക്കെ വാടി റെഡി ആയിട്ടുണ്ട്. കുറച്ചധികം വാടിപ്പോയോ എന്ന് സംശയമുണ്ട്, സംശയം മാത്രമാണ്. ഇനി നമുക്കതിനധികം മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ നമ്മുടെ മീറ്റ് മസാല എല്ലാം കൂടി എടുത്തിട്ട് പൊടികളുടെ എല്ലാം പച്ചമണം മാറി കിട്ടുന്ന വരെ ഒന്ന് വാട്ടി റെഡിയാക്കി എടുക്കുക. ഇനി നമ്മുടെ ബീഫ് നോക്കാം. ബീഫൊക്കെ ഇത് അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലയ്ക്ക് നമ്മുടെ ബീഫും കൂടി ഇട്ട് കൊടുക്കാം. അത്യാവശ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മളിങ്ങനെ തീ കൂട്ടിയും കുറച്ചും ഇളക്കിയും ഒക്കെ വറ്റിച്ചെടുക്കണം. അങ്ങനെ ഇതിനകത്തേക്ക് 2 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുത്തൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം കുറേ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ബീഫ് ഫ്രൈ അപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബീഫ് ഫ്രൈ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റാ.